السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊക്കെ അറിയാം, വളരെ വിശുദ്ധവും പാവനവുമായ വിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. വളരെ മഹത്വമുള്ള, വളരെ സന്തുഷ്ടമായ ഒരു മാസം നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. നമുക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുന്ന ഒരു മാസം കൂടിയാണ്. എല്ലാ മാസത്തിനെയും നമ്മളങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അതുപോലെ റജബ് മാസത്തിനെയും വളരെ മഹത്വത്തോടു കൂടെ സ്വീകരിക്കുകയാണ്. നമുക്കറിയാം, റജബ് മാസം വരലോടുകൂടെ നാം ദുആ ചെയ്യുന്ന ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ദുആയാണല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ റമളാൻ മാസത്തിൽ നീ എത്തിച്ചു തരണേ അല്ലാഹ് എന്ന് വളരെ മഹത്വത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. എന്താണ് അതിൻ്റെ അർത്ഥം? റജബിൽ നീ ബറക്കത്ത് ചൊരിഞ്ഞു തരണം, ശഅബാനിലും നൽകണം, എന്നിട്ട് റമളാനിൽ എത്തിച്ചു തരണം. റമളാൻ വലിയ പുണ്യമുള്ള മാസമാണ്. അപ്പോൾ റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി 2 മാസം മുമ്പിൽ തന്നെ വരികയാണ്. നമ്മെ അറിയിക്കാൻ വേണ്ടി വിശുദ്ധമായ റമളാൻ മാസം, ലൈലത്തുൽ ഖദറുള്ള മാസം നമ്മളിലേക്ക് വരാൻ 2 മാസമേ ഉള്ളൂ എന്ന് അറിയിക്കുന്ന ഒരു റജബ് മാസം നമ്മളിലേക്ക് വരുന്നു. റജബ് മാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതകൾ അതിലുണ്ട്. നമുക്കൊക്കെ അറിയാം, വിശുദ്ധമായ റജബ് മാസത്തിൽ നിസ്കാരം നിർബന്ധമായത് ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന മഹത്തരമായ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പോലും അമ്പരന്ന് പോകുന്ന രീതിയിലുള്ള ഇസ്രാ മിഅ്റാജ് ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്രയാണം നടത്തിയ സംഭവം വളരെ വളരെ സന്തുഷ്ടമായ, അതുപോലെ വളരെ മഹത്തരമായ ഒരു മുഅ്ജിസത്താണ്, വണ്ണമായൊരു മുഅ്ജിസത്തും കൂടിയാണ് ഇസ്രാ മിഅ്റാജ്. ഒരു ഓക്സിജൻ ഇല്ലാതെ, ഒരുപാട് കാലങ്ങളോളം തയ്യാറുകളൊന്നും ചെയ്യാതെ സെക്കൻഡുകളെ കൊണ്ട് പോയി വന്ന ആ ഇസ്രാ മിഅ്റാജ് നടന്നത് അത് റജബ് മാസത്തിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ വിശുദ്ധമായ നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ വാർഷികം, നിസ്കാരത്തിൻ്റെ ഉറൂസ് അത് റജബ് മാസത്തിലാണ്. അങ്ങനെ ധാരാളം മഹത്വമുള്ള വിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞു. വരുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. പടച്ച റബ്ബേ, റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം, എന്നിട്ട് മഹത്വമുള്ള വിശുദ്ധമായ പാവനമായ റമളാൻ മാസത്തെ എത്തിച്ചു തരണം. അപ്പം അതുകൊണ്ട് മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെ റജബിലും ശഅബാനിലും റമളാനിലും 3 മാസം തുടരെയായി നോക്കുന്നവരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ, ഞാനൊക്കെ റജബിനെ അറിയുന്നത് തന്നെ വാപ്പയിലൂടെയാണ്. റജബ് മാസമായാൽ വാപ്പ നോമ്പ് നോക്കാൻ തുടങ്ങും. റജബിലും ശഅബാനിലും, പിന്നെ റമളാൻ എന്തായാലും നിർബന്ധമല്ലോ, അങ്ങനെ നോമ്പ് നോക്കുന്ന ഒരാളായിരുന്നു വാപ്പ. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളിന്ന് പിരിഞ്ഞു പോയതിലൂടെ ഖബർ അല്ലാഹു സന്തോഷാക്കട്ടെ. അതുപോലെ മഹത്തുക്കൾ പറഞ്ഞു, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാൽ, 5 രാത്രികളിൽ ദുആഇന് ഉത്തരമുണ്ട്.
അതിലൊന്നാമത്തത് റജബിലെ ഒന്നാമത്തെ രാത്രിയിൽ. അപ്പോൾ റജബിൻ്റെ ആദ്യത്തെ രാത്രിയിൽ ദുആഇന് ഉത്തരമുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ദുആ ചെയ്യാം. നമ്മൾ ഇന്ന് പിരിഞ്ഞു പോയവർക്ക് വേണ്ടി, അതുപോലെ മറ്റു കൂട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ഇസ്സത്തിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, അതുപോലെ മറ്റുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതോടുകൂടെ റബ്ബിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ്